ഐ തിങ്ക് യൂണിവേഴ്സ് വിൽ മേക്ക് ഇറ്റ്. ഞാൻ അതിൽ ഒരുപാട് വിശ്വസിക്കുന്നു. അതിൽ ഏട്ടൻ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ, വരദാനങ്ങളുടെ നാട്, എന്തൊക്കെ പേരെനിക്ക് വയ്യ. ഏട്ടന് നമ്മൾ സ്വയമേ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരണയാവുന്ന, പ്രചോദനമാവുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ. കീനിയയിൽ ഒരു പ്രോഗ്രാം വന്നു. പക്ഷെ നമുക്ക് ഈ കുട്ടികൾക്ക് ലീവ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ചെറിയ ജോലികളിൽ വാങ്ങി. അപ്പോൾ അവർക്ക് അവരുടെ പാസ്പോർട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പരിപാടികൾ നമുക്ക് ഔട്ട് ഓഫ് UAE അല്ലെങ്കിൽ GCC കിട്ടുമ്പോൾ നമുക്ക് പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് ഈ UAEയുടെ ഉള്ളിൽ ഈ ചെറിയ ലോകത്ത് നിന്നേ പറ്റും. നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണല്ലോ ദിനം പ്രതി മണിക്കൂർ പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏട്ടൻ ഇപ്പം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് കുറേ ചെറുപ്പക്കാരെയാണ്. ഏട്ടന് തോന്നുന്നുണ്ടോ മ്യൂസിക് അവരെ കുറെ കൺട്രോളിലേക്ക് നിർത്തുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? അസ്സലാമു അലൈക്കും, നമസ്തേ, നമസ്കാരം. വൈബ് വിത്ത് ഡോക്ടർ അപ്പുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റിനെ പറ്റി ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ, ബാക്കി പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് രാകേഷ് IR. ഇദ്ദേഹം ഹീസ് ദി ഓണർ ഓഫ് IRS ബാൻഡ്, ഇന്റർനാഷണൽ റോയൽ ശിങ്കാരീസ്. ഇപ്പോൾ UAEയിൽ തന്നെ ഒട്ടനവധി വേദികൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാൻഡാണ്. സോ ഹൗ ദിസ് ബാൻഡ്, വാട്ട് ഓൾ സർപ്രൈസസ്, ഇനി എന്താ പ്ലാൻ, അങ്ങനെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം. സോ ഇതൊരു വ്യത്യസ്ത പോഡ്കാസ്റ്റ് ആണ്. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ഏട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ. അപ്പോൾ രാകേഷ് ഏട്ടൻ ബേസിക്കലി ഒരു തൃശ്ശൂർ ചാലക്കുടിക്കാരനാണ്. ഇരിഞ്ഞാലക്കുട. ഓക്കെ, ക്ഷമിക്കണം. സോ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് ഏട്ടൻ തന്നെ ഒരു ട്രെയിൻഡ് പഞ്ചാരിമേളത്തിൽ ട്രെയിൻഡ് ആണല്ലോ അല്ലേ? പഞ്ചാരിമേളം ഇവിടെ വന്ന് പഠിച്ച് അരങ്ങേറിയിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടാണ്, അബുദാബിയിലാണ്. ഞങ്ങളാണ് അബുദാബിയിൽ ഏറ്റവും ഫസ്റ്റ് അരങ്ങേറിയ പഞ്ചാരിമേളം ടീം. അതിന്റെ പേര് മേളം അബുദാബി, മഹേഷ് ശുഗപുരത്തിന്റെ അണ്ടറിൽ. ഞാനും എൻ്റെ മോനും അടക്കം 7 പേരാണ് ഞങ്ങൾ അരങ്ങേറിയത്. ഏറെ പ്രശസ്തനായ മഹേഷ് മാഷിന്റെ കൂടെ എത്ര നാള് കലാഭ്യസിച്ചു? ഞങ്ങളൊരു ചെണ്ട ഞങ്ങൾ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം ഇത് ചെയ്തിട്ട് ട്രെയിനായിട്ടാണ് ഞങ്ങളിവിടെ അരങ്ങേറിയത് സമ്മാനത്തിൽ. അതായിരുന്നു മീൻസ് അബുദാബിയിലെ ഏറ്റവും ഫസ്റ്റ് പഞ്ചാരിമേളം അരങ്ങേറ്റം. നാട്ടിലുണ്ടായിരുന്നു, പഠിച്ചിട്ടില്ല? ഇല്ല, ഇപ്പൊ നാട്ടിൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ പിന്നെ മോനെ പഠിപ്പിക്കാനാണ് പോയത്. അവിടെ ചെന്ന് മോൻ പഠിക്കുന്നുണ്ടപ്പോൾ ഞാൻ അവിടെ വെറുതെ നിൽക്കണപ്പോൾ ഞാനും കയറി, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അരങ്ങേറി. ഫാമിലിയിൽ ആരെങ്കിലും മ്യൂസിഷ്യൻസ്? അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പം അരങ്ങേറി, അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഹൗ ടു ബിക്കം ദി ഓണർ ഓഫ് IRS ബാൻഡ്, അതിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഞങ്ങളിവിടെ മേള അബുദാബിയുടെ ബാനറിൽ ഞങ്ങൾ ഇങ്ങനെ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ നാട്ടിൽ നിന്ന് കുറേ അവിടെ പ്രോഗ്രാംസ് എല്ലാം നാട്ടിൽ നിന്നു. ആ ടൈമിൽ ഒരുപാട് നാട്ടിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബാൻഡുകളിൽ കൂട്ടിയിരുന്ന, ബാൻഡ് അല്ല, നാട്ടിലെ ശിങ്കാരിമേളം ടീമുകളിൽ കൂട്ടിയിരുന്ന കുട്ടികൾ ഇവിടെ വന്നു. അവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിൽ നിന്ന് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ചേട്ടൻ ഇങ്ങനെ ഒരു ടീം തുടങ്ങണം എന്ന് പറഞ്ഞ് അവര് പറഞ്ഞപ്പോൾ അത് സിറിലും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ സിറിൽ എന്ന് പറഞ്ഞാൽ മാനേജറാണ്. അപ്പോൾ പുള്ളിയും കൂടെ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം മുന്നിട്ടിറങ്ങി ടീം ഫോം ചെയ്തു. കുറെ ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മള് നിഷ്പ്രയാസം പറഞ്ഞു. ബട്ട് നമ്മള് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ജോലിയുടെ ഇടയിലും ഫാമിലി കാര്യം എല്ലാത്തിന്റെ ഇടയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും റൈറ്റ് ഹാൻഡ് ആയിട്ട് സിറിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭംഗിയായിട്ട് ഇന്ന് UAEയിലെ ഏറ്റവും നമ്പർ 1. അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് തവണ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു പരിചയപ്പെടുന്നത്? സിറില് ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് ഞങ്ങളുടെ കൂടെ മേളം പഞ്ചാരിയും സിറില് അരങ്ങേറ്റത്തിൽ അപ്പൊ അതിൽ വെച്ചിട്ടാണ് സിറിലിനെ പരിചയപ്പെടുന്നത്. പിന്നെ അപ്പൊ അങ്ങനെ സിറിലിനെ പരിചയപ്പെട്ടു. പിന്നെ സിറില് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതാണ്. ചെണ്ട, റിതം പാഡ്, പിന്നെ ഡ്രംസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ പുള്ളിയും ഏട്ടന്റെ നാട്ടുകാരാണ്.
അതെ, പുള്ളി ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ഈ തൃശ്ശൂരെല്ലാം ഇങ്ങട് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വരദാനങ്ങളുടെ നാട്ടിൽ നിന്ന് പറയാം, ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. തൃശ്ശൂര് തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ നമുക്ക് കലാ സാംസ്കാരിക അത് തലസ്ഥാനം എന്നൊക്കെ പറയാം. സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ എന്ന് പറഞ്ഞാലും അനുഭവം കൊണ്ട് ഇരിഞ്ഞാലക്കുട. ആയിക്കോട്ടെ, സമ്മതിച്ചു തന്നിരിക്കുന്നു. നൗ ഇനിയും ആണ് ഏട്ടാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, IRS ബാൻഡിലേക്കുള്ള മെമ്പേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്തു? എനിക്ക് തോന്നുന്നു കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഉണ്ടല്ലോ. യെസ്. നീ അതും സിറിൽ ബ്രോ തന്നെയാണോ ചെയ്തത്? അല്ല, ഞങ്ങളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഇവര് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ നമ്പർ കൊടുക്കും. Okay. അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട, അവിടെ ചെന്നാലും സിറിലേട്ടനും രാകേഷേട്ടനും ഉണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ പല കുട്ടികളും ചിലപ്പോൾ വരുന്നത് വിസിറ്റിനായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ടീമിൽ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഇവർക്ക് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ വിസിറ്റ് റിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു ഇൻകത്തിന് വേണ്ടി കൊണ്ടുനടക്കുന്ന, നമ്മുടെ പാഷന് വേണ്ടി നമ്മൾ കൊണ്ടുനടക്കുന്നു. പക്ഷെ ഇതിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിരുന്നത് ഈ കുട്ടികളുടെ ജോലിയുടെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പെൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ടീമുകൾ, പ്രശസ്തമായ ടീമുകളിൽ കൊണ്ടിരുന്ന കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതും കൂടാതെ ഇവര് റാസൽ കൈമ എമിറേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ എമിറേറ്റ്സിലുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇവരെ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ഭയങ്കര ചലഞ്ചാണ്. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രാക്ടിക്കലി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ഒരു ഞായറാഴ്ച ഒരു രാത്രി 10 മണിക്കോ 12 മണിക്കോ പരിപാടി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിൽ സിറിലാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അത് വീണ്ടും ഞാൻ സിറിൽ എന്ന് പറയുന്നത് പുള്ളിയാണ് ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് വി ആർ ഗോയിങ്. സോ ഹൗ ഡു യു മാനേജ് ബോത്ത്? ഞാൻ ലോജിസ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സീനിയർ പോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഓഫീസിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ അവർ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സെല്ല് തന്നെയാണ് വൺ മാൻ ഷോ ആയിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഫുള്ളി ബിസി വിത്ത് ജോബ് ആയതുകൊണ്ട് സെല്ല് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവരുന്നത്. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്, പക്ഷെ ഫിസിക്കൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത് സെല്ല് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒട്ടനവധി വേദികൾ അക്രോസ് UAE, ഒരുപാട് സെലിബ്രിറ്റീസിനോടൊപ്പം ഒക്കെ ദി ഇന്റർനാഷണൽ റോയൽ ശിങ്കാരീസ് തകർപ്പൻ പെർഫോമൻസസ് കാഴ്ചവെച്ച് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയിട്ടുണ്ട്. ഇനി IRS ഇന്റർനാഷണൽ റോയൽ ശിങ്കാരീസിന്റെ ഡ്രീം എന്താണെന്ന് ചോദിച്ചായിരുന്നു. നമ്മുടെ ഡ്രീമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനേക്കാളും മേലോട്ട് ഞങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓവർസീസ് മീൻസ് അതർ GCC പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കെനിയയിലെ ഒരു പ്രോഗ്രാം എന്നാണ്. പക്ഷെ നമുക്ക് ഈ കുട്ടികൾക്ക് ലീവ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ചെറിയ ജോലികളിൽ വന്നു. അപ്പോൾ അവർക്ക് അവരുടെ പാസ്പോർട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പരിപാടികൾ നമുക്ക് ഔട്ട് ഓഫ് UAE അല്ലെങ്കിൽ GCC കിട്ടുമ്പോൾ നമുക്ക് പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് ഈ UAE ഉള്ളിൽ ഈ ചെറിയ ലോകത്ത് നിന്നേ പറ്റൂ. എന്നുവെച്ചാൽ നമ്മുടെ കുട്ടികളെല്ലാവരും ആ ഒരു പ്രൊഫൈലിൽ വർക്ക് ചെയ്യും. വളരെ കുറച്ച് പേരാണ് ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്നത്. മീൻസ് അവരെ ഇത് കാണുന്ന അവർ വർക്ക് ചെയ്യുന്ന അവരുടെ ഓഫീസിൽ നിന്ന് അവർക്ക് വീക്കെൻഡ്സിലും മറ്റും മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് കൊണ്ടു നടക്കുന്നത്. ഏട്ടൻ ചാലഞ്ചസിനെ പറ്റി പറഞ്ഞല്ലോ. വാട്ട് കെപ്റ്റ് യു ഗോയിങ്? അല്ല, ഇത് ചാലഞ്ചസ് ഇത് നമ്മളിതൊരു പാഷനായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എത്ര ചാലഞ്ചസ് വന്നാലും അതിനെ ഓവർകം ചെയ്തത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പൊ നമുക്കതൊരു ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഈ പ്രവാസ ജീവിതത്തിനുള്ളിൽ അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾ അവിടെ ആ ഒരു ക്യാമ്പിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ജീവിക്കുമ്പോൾ അവർക്കൊന്ന് പുറത്തോട്ട് വരാനായിട്ടുള്ളൊരിത്, പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് ലോകത്ത് എന്താ പറയാ ജോലിയുടെ ഇടയിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാനും, അപ്പൊ അത് ഒരു പാഷൻ തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്യൂട്ടിഫുൾ. ഇനി ഏട്ടന്റെ പേരിൽ നിന്നാണോ ഈ IRS എന്നുള്ള പേരിലേക്ക് എത്തിയത്? IRS എന്നുള്ള പേര് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികള് സെറിൽ എല്ലാവരും വന്ന് നമ്മുടെ ടീമിന്റെ ഫോർമേഷൻ പറഞ്ഞ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ പേര് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അടുത്തൊരു ദിവസം തൃശ്ശൂർ പൂരം വരായിരുന്നു, ഒരു 10 ദിവസത്തിനുള്ളിൽ ദുബായ് പൂരം വരായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊരു പേര് നമുക്ക് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ അതിൽ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ചേട്ടന്റെ പേര് IRS എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത്
IRS നമ്മളൊരു ഫോം, നമ്മളതിന് ഫുൾ ഫോം ഇന്റർനാഷണൽ റോയൽ ഷിങ്കാരീസ്. ഓക്കെ. പിന്നെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനും സുള്ളിൽ ഇരിഞ്ഞാലക്കുടക്കാരനായതുകൊണ്ട് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട റോയൽ ഇത് കാണുന്ന ഷിങ്കാരീസ്, എല്ലാ ഇരുന്നാലക്കിടക്കാരും അഭിമാനിച്ചോളൂ. ഇരിഞ്ഞാലക്കുട റോയൽ ഷിങ്കാരീസിന്റെ ഞങ്ങളുടെ ഉള്ളിൽ. പക്ഷെ പുറത്തോട്ട് പറയുമ്പോൾ ഇന്റർനാഷണൽ റോയൽ എന്നായിട്ടും കുറച്ച് ആ ഒരു ഇരിഞ്ഞാലക്കൂട് സ്റ്റൈലിലും കൂടെ ഒന്ന് സംസാരിക്കും. ഞാനൊന്നും അത് കോട്ടയം കാര്യമില്ല. അല്ല, നമ്മളിപ്പോ 21 വർഷമായിട്ട് മിക്സ് ആയിട്ട് മിക്സ് ആയി പോയി നമ്മള്. പക്ഷെ നാട്ടിൽ ചെന്ന് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്കല്ല, വീട്ടിൽ സംസാരിക്കുമ്പോൾ അതറിയാതെ വന്നു. ഒരു കോട്ടയംകാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കത് വരൂല. ആയിക്കോട്ടെ. അല്ല, നമ്മളിപ്പോ അപ്പുനാണെങ്കിലും അപ്പുന്റെ വീട്ടിൽ ചെന്ന് നാട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് ആകെ ഒരു പിന്നെ എന്തുവാ ആന്നോന്നേ ആ സാധനല്ലേ എന്തിട്ട ഗടി അതൊക്കെ ഉണ്ടല്ലോ അല്ലെ അവിടെ. അത് ഇരിഞ്ഞാലക്കുട ഭാഷ എന്ന് പറഞ്ഞ വേറെയാണ്. കറക്റ്റ് ടൊവിനോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇന്നസെന്റ് പറയുന്നത് കറക്റ്റ് അതന്നെ ആണോ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ വീട്ടില് അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ഭാഷേനേക്കാളും കുറച്ചും കൂടെ മാറ്റാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, വരദാനങ്ങളുടെ നാട്, എന്തൊക്കെ പേരെനിക്ക് വയ്യ. ശരി, നൗ ഏട്ടാ മൂവിങ് ഓൺ ടു ദി ക്ലൈമാക്സ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണല്ലോ ദിനം പ്രതി മണിക്കൂർ പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏട്ടൻ ഇപ്പം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് കുറെ ചെറുപ്പക്കാരെയാണ്. ഏട്ടന് തോന്നുന്നുണ്ടോ മ്യൂസിക് അവരെ കുറെ കൺട്രോളിലേക്ക് നിർത്തുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക്, ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അവർക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രോയിങ്ങോ എന്ത് ആർട്ട് ഫോം ആയാലും കാര്യങ്ങളായാലും അവരെ അതിലോട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ അഡിക്ഷൻ കാര്യങ്ങൾ അതിലോട്ട് ഉള്ള ഇത് കുറയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അതൊരു എന്ത് ആർട്ട് ഫോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതെപ്പോഴും ആ കുട്ടികളെ ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു ലോകത്തോട്ട് പോവാനായിട്ട് അവർക്ക് ഒരു മടിക്കും കുറച്ച്. കാരണം ഇതിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിലോട്ട്. പിന്നെ അത് പാരന്റ്സ് ആണ് അതിന് കുട്ടികൾക്ക് വഴിയൊരുക്കേണ്ടത്. ഇപ്പൊ എനിക്കൊരു മോനുണ്ട്, ടീനേജ് ആണ്, ഇപ്പൊ 12th പഠിക്കണം. അപ്പൊ അവന്റെ പാഷൻസ് എന്താണെന്നുള്ളത്, ഇപ്പൊ അവന് ഒരു റിലീസ് സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാനത് അവന്റെ കൂടെ ഞാനത് പോകും. എന്താ കാരണം, അവൻ വേറെ വഴിയിലോട്ട് തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ അവന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളും ബെസ്റ്റ് ബഡിയായിട്ട് നമ്മൾ കൂടെ അവരെന്ത് വന്നാലും നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റണം. അതായിരിക്കണം എപ്പോഴും പാരന്റ്സ് ആയിട്ട് എന്ത് പ്രോബ്ലം വരും അത് വെച്ച് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എപ്പോഴും അതിനനുസരിച്ച് കുറ്റപ്പെടുത്താനല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, റിപ്പീറ്റ് ചെയ്തെന്ന് പറയാം. കാരണം റിബല്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയി അവരുടെ തന്നെ ജീവിതം അവരുടെ ചോയ്സിലും കൊണ്ടു. അവർക്ക് തോന്നണം ഞാൻ എന്ത് ചെയ്താലും എന്റെ അച്ഛൻ വേദനിക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരണം. അത്രേ ഉള്ളൂ. ഓക്കെ, ബ്യൂട്ടിഫുൾ. നൗ ഏട്ടാ, മൈ ഫൈനൽ ക്വസ്റ്റ്യൻ ടു ഇസ്, ഏട്ടന്റെ ലൈഫ് കൊണ്ട് ഏട്ടന് നമ്മൾ സ്വയമേ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരണയാവുന്ന, പ്രചോദനമാവുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ. അങ്ങനെ ഞാനൊരു കാര്യം ഏട്ടനോട് ചോദിച്ചാൽ വാട്ട് വുഡ് ദാറ്റ് ബി? ഏട്ടന് ഒരുപാട് ചാലഞ്ചസ് നേരിട്ടു, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ ഒക്കെ തരണം ചെയ്യാൻ വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റഡ്? നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവരുത്. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ലൈഫിന് പോസിറ്റീവ് മാത്രമായിട്ടുള്ള ഒരു ചിന്താഗതി പോകാം. വി ക്യാൻ വിൻ, നമുക്കത് പറ്റും, അത് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ലൈഫ് വരുള്ളൂ, അല്ലാതെ നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അത്രേ ഉള്ളൂ. അത് നമുക്ക് സാധിക്കും. അതിനുള്ള വഴി ഐ തിങ്ക് യൂണിവേഴ്സ് വിൽ മേക്ക് ഇറ്റ്. ഞാൻ അതിൽ ഒരുപാട് വിശ്വസിക്കുന്നു. അതിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട്സ് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത് ഡേ ബൈ ഡേ അല്ലെങ്കിൽ മിനിറ്റ്സ് ബൈ മിനിറ്റ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. സൂപ്പർ. അപ്പൊ എന്തായാലും വളരെ ചുരുക്കത്തില് ടു ദ പോയിന്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പ് ആയിട്ടുള്ള, എന്താ പറയുക, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒരു അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു ഇരിഞ്ഞാലക്കുടക്കാരനാണ് അല്ലേ ഏട്ടൻ? അപ്പൊ എന്തായാലും IRS ബാൻഡിനും ഏട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു വെരി മച്ച്. രാകേഷ് ഏട്ടൻ.